കേരളം കള്ളനോട്ടുകളുടെയും കള്ളപ്പണത്തിന്റെയും പ്രധാന കേന്ദ്രമാകുന്നു. പാകിസ്ഥാൻ നിർമ്മിത വ്യാജ ഇന്ത്യൻ കറൻസി ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന പ്രധാന ശൃംഖലയിൽ മലയാളികൾ ഏറെ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 100 കോടിയിലേറെ കള്ളനോട്ടുകൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ എത്തിയതായാണ് രഹസ്യാന്വേഷണ വിവരം. ദാവൂദ് ഇബ്രാഹിമിന്റെ കള്ളക്കടത്ത് ശൃംഖലയുടെ ഭാഗമായാണ് മലയാളികളുടെ വൻ കള്ളക്കടത്ത് മാഫിയകൾ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിവരം. കേരളം കള്ളക്കടത്തുകാരുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന ഞെട്ടിക്കുന്ന വിവരം അതാണ്. അന്തർദേശീയ കള്ളക്കടത്തു സംഘത്തിൽ കേരളം ഒരു പ്രധാന കണ്ണിയാണ്. ഇതിൽ ഇന്ത്യൻ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന വിദേശ കള്ളനോട്ട് കടത്ത് ശൃംഖലയാണ് പ്രധാനം. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ കൊറ്റയിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കോടികളുടെ ഇന്ത്യൻ കറൻസികൾ അച്ചടിക്കുന്നത്. ISIയുടെ ആസൂത്രണത്തിലാണ് കാര്യങ്ങൾ എല്ലാം. അച്ചടിക്കുന്ന കോടികൾ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ അനീസ് ഇബ്രാഹിമിന് കൈമാറുകയാണ് ആദ്യഘട്ടം. രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക കൈമാറ്റത്തിനു വേണ്ടിയുള്ള ഡിപ്ലോമാറ്റിക് ബാഗുകൾ വരെ ഇതിനുവേണ്ടി ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ദാവൂദിന്റെ ഡി കമ്പനിയുടെ ശൃംഖലയാണ് ഇതിലെ പ്രധാന കണ്ണി. പിന്നീടത് ഗോവ സ്വദേശി അഫ്താബ് ഭട്കി, പാക് പൌരൻ ഇക്ബാൽ ബായ് എന്നിവർക്ക് കൈമാറും. ചാവക്കാട് സ്വദേശി മജീദ്, വാഴക്കാട് സ്വദേശി കലാം, വടക്കാഞ്ചേരി സ്വദേശി കമാൽ, കാഞ്ഞങ്ങാട് സ്വദേശി ആജി അബ്ദുള്ള അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഓപ്പറേഷനിലെ പ്രധാനികളായ മലയാളികളാണ്. പാകിസ്ഥാനിൽ അച്ചടിച്ചു നൽകുന്ന കറൻസികൾ സൌജന്യമായാണ് ആദ്യ ശൃംഖലയ്ക്ക് വിതരണം ചെയ്യുന്നത്. പിന്നീടത് 30 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് 1 കോടി വ്യാജനായി താഴെത്തട്ടിൽ വിതരണം ചെയ്യുകയാണ്. ഇന്ത്യയെ തകർക്കാനുള്ള അയൽ രാജ്യത്തിന്റെ ഗൂഢനീക്കത്തെ ഒരു കൂട്ടം ആളുകൾ കള്ളക്കടത്തും കള്ളനോട്ട് കച്ചവടവുമാക്കി മാറ്റുന്നു. ഇതേക്കുറിച്ച് കസ്റ്റംസ് കമ്മീഷണർ അമൃത വാർത്തകളോട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്ത് നിന്ന് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്, അത് വന്നു കഴിഞ്ഞാലുള്ള വിപത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത് സാധാരണ സർക്കുലേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം അടിക്കുന്ന കറൻസിയേക്കാൾ ആയിട്ടത് മിസ്റ്റേക്ക് ചെയ്ത് പോകുന്നു. അപ്പൊ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ്. ജെന്യൂൻ ഫേക്ക് എന്ന കോഡിലൂടെ അറിയപ്പെടുന്ന പാക് നിർമ്മിത കള്ളനോട്ട് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനാണ്. കഴിഞ്ഞ 2011-13 കാലഘട്ടത്തിൽ 100 കോടിയിലേറെ കള്ളനോട്ടെങ്കിലും കേരളത്തിലെത്തിയതായാണ് കണക്ക്. നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ ശത്രുരാജ്യം നടത്തുന്ന ഏറ്റവും വലിയ ഗൂഢാക്രമണമാണ് കള്ളനോട്ടുകളുടെ വിതരണം. അതുകൊണ്ട് തന്നെ നാം ഓരോ ഇന്ത്യക്കാരും പണമിടപാട് നടത്തുമ്പോൾ നിതാന്ത ജാഗ്രത പാലിക്കണം. ക്യാമറാമാൻ ശശികാന്തിനൊപ്പം കൊച്ചിയിൽ നിന്നും ദീപക് ധർമ്മടം, അമൃത ന്യൂസ്. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ദീപക് സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം വലിയൊരു രാജ്യദ്രോഹ പ്രവർത്തനമാണ്, ഒരു വലിയ ആക്രമണമാണ് ഇതിലൂടെ നടക്കുന്നത്? എത്രമാത്രം ശക്തമാണ് ഇതിന്റെ ശൃംഖലകൾ? സ്വപ്ന, ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇത്. ഒരുപക്ഷെ കാശ്മീരിലെ കുപ്വാരയിലോ രജൌരിയിലോ പാക് സേനയോ അല്ലെങ്കിൽ മിലിറ്റൻസോ തീവ്രവാദികളോ ഇന്ത്യൻ സേനയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ ശക്തിയുള്ള ഒരു ശത്രുരാജ്യത്തിന്റെ ആക്രമണമായി തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ.